ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 351. നമ്മൾ 63-ാമത്തെ ഉപനിഷത്തായിട്ട് ചാന്തോകോപനിഷത്താണ് നോക്കുന്നത്. അതിൽ അധ്യായം 3-ലെ 7-ാമത്തെ ഖണ്ഡമാണ്. നമ്മൾ കഴിഞ്ഞതിൽ കണ്ടത് സൃഷ്ടിയുടെ പിന്നിലെ രഹസ്യങ്ങളാണ്. അതായത് ആദ്യം സൃഷ്ടിക്ക് മുമ്പിൽ സൂര്യനിലൂടെയാണ് ലോകത്തിലുള്ള കാര്യങ്ങളെല്ലാം മുന്നോട്ടേക്ക് നയിക്കുന്നത്. സൂര്യൻ്റെ 4 രശ്മികൾ, 4 ദിക്കുകളിലെ രശ്മികളെ 4 വേദങ്ങളായിട്ട് ചിത്രീകരിച്ചു. ആ 4 വേദങ്ങളിലൂടെയാണ്, അല്ലെങ്കിൽ വേദം എന്ന് പറഞ്ഞാൽ സയൻസാണ്, ശാസ്ത്രമാണ്. ആ ശാസ്ത്രത്തിലൂടെയാണ് സൃഷ്ടി ആരംഭിച്ചത്, അമൃതത്വത്തിലേക്ക് പോയത്. അതായത് പ്രളയത്തിലൂടെ നശിച്ച ലോകം പിന്നെ ആദ്യ സൃഷ്ടിക്രമം സയൻസിലൂടെയാണ് സാധിച്ചത്. പിന്നെ നമ്മൾ കണ്ടത് അഷ്ടവസുക്കളിലൂടെയാണ്. വസുക്കൾ എന്ന് പറഞ്ഞാൽ ഓർബിറ്റുകളിലൂടെയാണ്. ആറ്റത്തിൻ്റെ ഓർബിറ്റുകളാണ് കൂടിച്ചേർന്നുകൊണ്ട് ഈ പ്രപഞ്ചമായിട്ട് മാറിയത്. അത് 2-ാമത്തെ അമൃതത്വം. 3-ാമത്തേത് നമ്മൾ കാണാൻ പോകുന്നത് ഈ അധ്യായത്തിലൂടെയാണ്, ഈ ഖണ്ഡത്തിലൂടെയാണ്. അതിലെന്താണ് പറയുന്നതെന്ന് നോക്കാം. 2-ാമത്തെ അമൃതത്വത്തെ രുദ്രന്മാർ ഇന്ദ്രനാകുന്ന മുഖം കൊണ്ട് ഉപജീവിക്കുന്നു. അപ്പം സൃഷ്ടിക്രമത്തിൽ ഓർബിറ്റുകളാണെന്ന് നമ്മൾ കണ്ടു. പിന്നെ ഉള്ള അമൃതത്വം, ലോകം സൃഷ്ടിക്രമത്തിലേക്ക് പോകുന്നത് രുദ്രന്മാർ ഇന്ദ്രനാകുന്ന മുഖം കൊണ്ട് ഉപജീവിക്കുന്നു. രുദ്രന്മാരെന്ന് പറഞ്ഞാൽ ആറ്റങ്ങൾ. ഈ ഓർബിറ്റുള്ളതും ആറ്റത്തിലാണ്. അപ്പം പിന്നെ ആറ്റങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് പ്രപഞ്ച സൃഷ്ടി നടത്തുന്നത്. ആ കൂടിച്ചേരുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു ശക്തിവിശേഷമുണ്ട് എന്ന് നമ്മൾ നേരത്തെ കാണുന്നുണ്ട്. ഏതൊരു കർമ്മം നടക്കുന്നുണ്ടെങ്കിലും അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തിവിശേഷമാണ് രുദ്രൻ. രുദ്രനല്ല, ഇന്ദ്രൻ. അപ്പം രുദ്രന്മാർ ഇന്ദ്രനാകുന്ന മുഖം കൊണ്ട് ഉപജീവിക്കുന്നു. അതായത് ആറ്റങ്ങളെ കൂടിച്ചേർക്കുവാൻ പ്രേരിപ്പിക്കുന്ന ശക്തിവിശേഷമാണ് ഇന്ദ്രൻ. അപ്പം ആറ്റങ്ങൾ ഇന്ദ്രൻ്റെ സഹായത്താൽ സൃഷ്ടിക്രമം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു. ദേവന്മാർ അംശിക്കുന്നില്ല. യഥാർത്ഥത്തിലെ ആറ്റങ്ങളൊന്നുമല്ല ഇതിൽ പങ്കെടുക്കുന്നത്. ഓർബിറ്റുകളും ഇന്ദ്രനും കൂടി ചേർന്നിട്ടാണ് ഇവയെ കൂട്ടിയോജിപ്പിക്കുന്നത്. ആറ്റം നേരിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ന്യൂക്ലിയസ്, രുദ്രൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ന്യൂക്ലിയസിലുള്ള ശക്തിവിശേഷമാണ്. അത് നേരിട്ട് പങ്കെടുക്കുന്നില്ല. പങ്കെടുക്കുന്നത് ഓർബിറ്റിലുള്ള ഇലക്ട്രോണുകളാണ്. അപ്പം ദേവന്മാർ അംശിക്കുന്നില്ല, പാനം ചെയ്യുന്നില്ല. ഈ അമൃതം ദർശിച്ചിട്ട്, അതിലൂടെയുള്ള സൃഷ്ടിയെ ദർശിച്ചിട്ട്, പുതിയ സൃഷ്ടിക്രമം ഓരോന്നും സൃഷ്ടിക്കപ്പെടുകയാണ്. അത് ദർശിച്ചിട്ട് തൃപ്തരാകുന്നു. അപ്പം ന്യൂക്ലിയസ് എല്ലാം ഈ പുതിയ ആറ്റങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്നത് കണ്ട് തൃപ്തരാവുകയാണ്. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസുകൾ പുതിയ ആറ്റങ്ങൾ ആയിട്ട് കൂടിച്ചേർന്നിട്ട് ഇലക്ട്രോണുകൾ പങ്കെടുത്തിട്ട്, ഓർബിറ്റുകൾ പങ്കെടുത്തിട്ട് പുതിയ വസ്തുക്കൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ അകത്തുള്ള രുദ്രന്മാർ അല്ലെങ്കിൽ ന്യൂക്ലിയസ് അതെല്ലാം നോക്കി തൃപ്തിയടയുന്നു. ആ രൂപം ദർശിച്ചുകൊണ്ട് തൃപ്തരാകുന്നു. അപ്പോൾ പുതിയ വസ്തുക്കൾ ഉണ്ടാകുന്നു. ആറ്റങ്ങൾ കൂടിച്ചേരുമ്പം പുതിയ രൂപത്തിലുള്ള വസ്തുക്കൾ ഉണ്ടാകുന്നു. അത് കണ്ട് ന്യൂക്ലിയസ് എല്ലാം തൃപ്തരാകുന്നു. ആ രൂപത്തിൻ്റെ ഭോഗത്തിനായി ഉത്സാഹമുള്ളവരായിത്തീരുന്നു. ആ രൂപത്തിൻ്റെ, അങ്ങനെയുണ്ടാകുന്ന വസ്തുക്കളുടെ രൂപം കണ്ട് അതിൽ ആകൃഷ്ടരായിട്ട് ഉത്സാഹമുള്ളവരായിത്തീരുന്നു. കൂടിച്ചേരുവാൻ പ്രേരിപ്പിക്കുന്നു.
ഇപ്പം ന്യൂക്ലിയസുകൾ അല്ലെ രുദ്രന്മാർ, അതിൻ്റെ അകത്തുള്ള രുദ്രൻ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിൻ്റെ അകത്തുള്ള ന്യൂക്ലിയസ് അല്ല, ആറ്റത്തിൻ്റെ അകത്തുള്ള ന്യൂക്ലിയസ്, അതിനെ രുദ്രൻ എന്ന് പറയാം. ആ രുദ്രന്മാരാണ് പ്രേരിപ്പിക്കുന്നത്. അവർ പുതിയ പുതിയ ഭോഗവസ്തു, അപ്പോൾ പുറത്തുള്ള ഓർബിറ്റിലെ ഇലക്ട്രോണുകൾ കൂടി ചേർന്നിട്ട് പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാകും, പുതിയ പുതിയ രൂപത്തിലുള്ള വസ്തുക്കൾ ഉണ്ടാകും. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് അവർ ദർശിച്ചുകൊണ്ട് തൃപ്തരാകുന്നു. പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാകുവാൻ അവർക്ക് ഉത്സാഹമുണ്ടാകുന്നു. ഈ അമൃതത്വം ആരറിയുന്നുവോ, ഈ ശാസ്ത്ര രഹസ്യം ആരറിയുന്നുവോ, അവർ രുദ്രന്മാരിൽ ഒരുവനായി തീർന്നിട്ട്, ഈ ശാസ്ത്രതത്വം അറിയുന്നവരാണ് കെമിസ്ട്രി പഠിച്ച ശാസ്ത്രജ്ഞന്മാർ. അവർ ഈ രഹസ്യം, ആറ്റങ്ങൾ ഇങ്ങനെ കൂടിച്ചേരും, ഓർബിറ്റുകളിലെ ഇലക്ട്രോണുകൾക്ക് കൂടിച്ചേരുവാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അത് മനസ്സിലാക്കുന്ന ശാസ്ത്രജ്ഞന്മാർ, പല രുദ്രന്മാരുണ്ട്, ആറ്റങ്ങൾ പലതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 108ഓളം വേണ്ടിക്കെടുക്കാം, 100ഓളം വേണ്ടിക്കെടുക്കാം. അങ്ങനെ പല രുദ്രന്മാരായി തീർന്നിട്ട്, പിന്നെ ഇതെല്ലാം പ്രകൃതിയാൽ ഉണ്ടായതാണ്. പിന്നെ മനുഷ്യരെന്ത് ചെയ്യാൻ തുടങ്ങി? ഈ ആറ്റങ്ങളുടെ രഹസ്യം മനസ്സിലാക്കിയിട്ട് കൂടിച്ചേർത്തിട്ട് അവയെ കൂട്ടിച്ചേർക്കുന്നു. ഇപ്പം രുദ്രന്മാരുടെ സ്ഥാനം മനുഷ്യരെ ഏറ്റെടുക്കുന്നു, ആറ്റങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർക്കുന്നു. എന്നിട്ടാണ് കൃത്രിമ റബ്ബറും കൃത്രിമ പല സാധനങ്ങളെല്ലാം ഉണ്ടാക്കുന്നില്ല, പ്ലാസ്റ്റിക്കെല്ലാം. അങ്ങനെ പുതിയ വസ്തുക്കൾ ഉണ്ടാക്കിയിട്ട് ഇന്ദ്രനാകുന്ന മുഖം കൊണ്ട് അമൃതം ദർശിച്ച് തൃപ്തിയടയുന്നു ഇന്ദ്രൻ. അപ്പം അവരുടെ യജ്ഞത്തിലെ സഹായിക്കുന്ന കക്ഷി ആരാണ്? ഇന്ദ്രനാണ്. നേരത്തെ നമ്മൾ ഇന്ദ്രനെ പറ്റി പറഞ്ഞു, അതുകൊണ്ട് അധികം പറയുന്നില്ല. അപ്പോൾ അവർ ഇന്ദ്രൻ്റെ സഹായത്താൽ ഈ ശാസ്ത്ര രഹസ്യം മനസ്സിലാക്കിയിട്ട്, ഈ കെമിസ്ട്രിയുടെ തത്വം മനസ്സിലാക്കിയിട്ട് രുദ്രന്മാരെ അല്ലെ ആറ്റങ്ങളെ പരസ്പരം കൂട്ടിച്ചേർത്തുകൊണ്ട് പുതിയ പുതിയ രൂപങ്ങൾ ഉണ്ടാക്കുന്നു, അതിൽ തൃപ്തിയടയുന്നു. ആ രൂപത്തിൻ്റെ ഭോഗത്തിനായി ഉത്സാഹമുള്ളവരായിത്തീരുന്നു. അങ്ങനെ പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാക്കുമ്പോൾ ഭോഗസുഖങ്ങൾ അനുഭവിക്കാൻ അവർക്ക് കഴിയുന്നു. പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടായിട്ട് ഭോഗസുഖങ്ങൾ അനുഭവിക്കാൻ അവർ ഉത്സാഹമുള്ളവരായിട്ട് തീരുന്നു. പിന്നെ വേറൊരു കാര്യം പറയുകയാണ്, എത്ര കാലം സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നുവോ, സൂര്യൻ എവിടെയാണ് ഉദിക്കുന്നത്? കിഴക്കുദിക്കുന്നു. ഇതിൻ്റെ എവിടെ അസ്തമിക്കുന്നു? പടിഞ്ഞാറ് അസ്തമിക്കുന്നു. പക്ഷേ അതിൻ്റെ ഇരട്ടി സമയം തെക്കുദിച്ചിട്ട് വടക്ക് അസ്തമിക്കുന്നു. അപ്പം സൂര്യൻ കിഴക്കാണോ ഉദിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ കിഴക്ക് തന്നെയല്ല ഉദിക്കുന്നത്. ഇപ്പം കിഴക്ക് ഉദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇരട്ടിക്കാലം വടക്കുദിച്ചിട്ട് തെക്കുദിച്ചിട്ട് വടക്ക് അസ്തമിക്കും. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഭൂമി സൂര്യന് ചുറ്റുമ്പോഴാണ് വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറ് എന്നെല്ലാം വരുന്നത്. എന്നാൽ സൂര്യനടക്കം സഞ്ചരിച്ചാലോ? നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സൂര്യൻ ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പോകുന്നുണ്ട്. അപ്പം വടക്കും തെക്കും എല്ലാം മാറും. എങ്ങനെയെന്നാൽ, ഞാനിപ്പം ഈ കസേലയിൽ ഇരുന്നിരിക്കുകയാണ്. ഞാനിപ്പം കിഴക്ക് വശത്തേക്കാണ് നോക്കിയിരിക്കുന്നതെന്ന് വെച്ചോളൂ. ഞാൻ നോക്കി നിൽക്കുന്ന ദിക്കെന്താണ്? കിഴക്ക്. ഞാനിപ്പം നോക്കിയിരിക്കുന്ന ദിക്ക് കിഴക്ക്. നേരെ മറിച്ച് ഈ കസേല ഞാൻ അറിയാതെ തിരിഞ്ഞു പോയി എന്നിട്ട് ഇപ്പുറത്തെത്തിയാണെന്ന് വെച്ചോളൂ. അപ്പം ഞാൻ നോക്കിയിരിക്കുന്ന ദിശ എന്തായി മാറും? തെക്കായിട്ട് മാറും. ഞാൻ അറിയാതെ കസേല തിരിയുന്നുണ്ടെന്ന് വെച്ചോളൂ. പക്ഷെ ഞാനെപ്പോഴും നോക്കുന്ന സ്ഥലം കിഴക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുക. നമ്മൾ ട്രെയിനിലിരിക്കുമ്പോൾ നമ്മൾ എഞ്ചിൻ്റെ ഭാഗം വടക്കാണെന്ന് വെച്ചോളൂ.
അപ്പം നമ്മൾ എഞ്ചിൻ്റെ ഭാഗത്ത് തല വെച്ചിട്ട് ആ വശത്ത് തല വെച്ചിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം നമ്മൾ വടക്കേതാണെന്ന് വെച്ചാൽ ആ എഞ്ചിൻ്റെ ഭാഗം. ട്രെയിൻ ഇങ്ങനെ പോയിട്ട് തിരിഞ്ഞു കഴിഞ്ഞാലോ വടക്ക് മാറും. ട്രെയിൻ ഇങ്ങനെ വടക്കോട്ട് പോയിട്ട് പിന്നെ ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും? ദിശ മാറിപ്പോവില്ലേ? പക്ഷേ നമ്മൾ ട്രെയിനിലിരുന്നിട്ട് തല ഏത് ഭാഗത്താണോ, എഞ്ചിന് ഏത് ഭാഗത്താണോ ഉള്ളത് അത് വടക്കാണെന്ന് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കും. ഇതുപോലെയാണ് നമ്മൾ എവിടെയാണോ സൂര്യൻ ഉദിക്കുന്നത് ആ ദിക്ക് കിഴക്കായിട്ട് എടുത്തിരിക്കുന്നത്, അസ്തമിക്കുന്നത് പടിഞ്ഞാറും. പക്ഷേ നമ്മൾ സൂര്യൻ്റെ രഥത്തിലാണ് ഇരിക്കുന്നത്. സൂര്യൻ്റെ ചുറ്റുമുള്ള ഓർബിറ്റിലുള്ള ഭൂമിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഈ സൂര്യൻ ഇങ്ങനെ കറങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ യഥാർത്ഥ വടക്കും തെക്കും എല്ലാം മാറി വരും. ഇപ്പം നമ്മളിപ്പോൾ കിഴക്ക് എന്ന് പറഞ്ഞ് നോക്കുന്നത് പ്രപഞ്ചം മുഴുവൻ എടുക്കുകയാണെങ്കിൽ അത് കിഴക്കായിരിക്കില്ല. കാരണം സൂര്യൻ പ്രപഞ്ചത്തിലൂടെ സഞ്ചരിക്കുമ്പം സൂര്യൻ സഞ്ചരിക്കുന്നില്ല എങ്കിൽ സത്യം കറക്റ്റ് തന്നെയാണ്, സൂര്യൻ ഉദിക്കുന്നത് കിഴക്കാണ്. പക്ഷേ സൂര്യനും കൂടിയും സഞ്ചരിച്ചു കഴിഞ്ഞാൽ സൂര്യൻ്റെ ദശ മാറും, സഞ്ചരിക്കുന്ന ദിശ മാറും. അതിനനുസരിച്ച് നമ്മുടെ വടക്കും തെക്കും അല്ല ഉദിക്കുന്നത്, വടക്ക് എന്ന് പറയുന്നതെല്ലാം അല്ല കിഴക്ക് ഉദിക്കുന്നത് എന്ന് പറയുന്നതെല്ലാം മാറിപ്പോകും. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ എവിടെ ഉദിക്കുന്നോ അത് കിഴക്കായിട്ട് എടുക്കുകയാണ്. പക്ഷേ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ വടക്കും തെക്കും കിഴക്കും പടിഞ്ഞാറും എടുക്കുകയാണെങ്കിൽ സൂര്യൻ ഉദിക്കുന്നത് കിഴക്ക് തന്നെയല്ല. എത്ര കാലം സൂര്യൻ കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നുവോ അതിൻ്റെ ഇരട്ടിക്കാലം സൂര്യൻ തെക്കുദിച്ചിട്ട് വടക്ക് അസ്തമിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? സൂര്യനും സഞ്ചരിക്കുന്നുണ്ട് ഈ പ്രപഞ്ചത്തിലൂടെ. നമ്മൾ ട്രെയിനിലിരുന്നിട്ട് എഞ്ചിൻ്റെ വശം വടക്കായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശരി തന്നെയായിരിക്കും, എഞ്ചിന് വടക്ക് ഭാഗത്താണുള്ളത്. പക്ഷേ ട്രെയിൻ ഇങ്ങനെ വളഞ്ഞു പോയി കഴിഞ്ഞാൽ ട്രെയിനിൻ്റെ എഞ്ചിൻ്റെ ഭാഗം ചിലപ്പം തെക്ക് വശത്തേക്ക് എത്തും. അപ്പം നമ്മളെന്ത് ട്രെയിനിനകത്തിരിക്കുന്ന നമ്മളെപ്പോഴും എഞ്ചിൻ്റെ ഭാഗം വടക്കായിട്ട് എടുക്കും. പക്ഷേ യഥാർത്ഥത്തിൽ അത് വടക്കല്ല, അത് തെക്കായിട്ട് മാറി. അപ്പം പ്രപഞ്ചത്തിൻ്റെ വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറ് ഈ ദിക്കുകൾ എടുക്കുകയാണെങ്കിൽ നമ്മളെ സൂര്യൻ്റെ അടിസ്ഥാനത്തിലുള്ള വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറല്ല, പ്രപഞ്ചം മുഴുവൻ 7 ലോകത്തിൻ്റെ വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറ് എടുക്കുകയാണെങ്കിൽ സൂര്യൻ ഉദിക്കുന്നത് കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതിൻ്റെ ഇരട്ടി സമയം എടുക്കും തെക്ക് ഉദിച്ചിട്ട് പടിഞ്ഞാറ് അസ്തമിക്കാൻ. അതും മാറും. അത് അടുത്ത മന്ത്രത്തിൽ കാണാം എങ്ങനെയാണെന്ന്.